നമസ്കാരം. എല്ലാവർക്കും കൊച്ചി ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഫോളോ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വിഷയം ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ സംഘർഷം, RSSും സംഘപരിവാര ശക്തികളും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന അത് ക്രൂരമായിട്ടുള്ള ആക്രമണ പരമ്പരകളുടെ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹോളിക്ക് ഒരാഴ്ച മുമ്പ് തന്നെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണത്തെക്കുറിച്ച് നമുക്കറിയാം. അതിൽ കുറച്ച് ശക്തമായിട്ടാണ് ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ കച്ചവട സ്ഥാപനങ്ങളിലും വാഹനങ്ങളും ആരാധനകളെല്ലാം ചുറ്റരിച്ചുകൊണ്ടാണ് ഈ വിഭാഗം അവിടെ താണ്ഡവം ആടുന്നത്. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട കേരളത്തിലെ ചില സംഘടനകളും ചില വ്യക്തികളും ഈ ഘട്ടത്തിലും സംഘപരിവാറിന് അനുകൂലമായ ഓശാന പാടുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഈ തരം മണിപ്പൂരായാലും UP ആയാലും ബീഹാർ ആയാലും മഹാരാഷ്ട്രയായാലും വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ അരങ്ങേറുന്ന ന്യൂനപക്ഷത്തിനെതിരെയുള്ള ആക്രമണ പരമ്പരയെക്കുറിച്ചൊന്നും ഇവരൊന്നും സംസാരിക്കാറില്ല. അത് പറയുമ്പോൾ ഇവർ വേറെ ചില കാര്യങ്ങളിലേക്ക് കടന്ന് വേറെ ചില വിഷയങ്ങൾ മാറ്റും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് സംഘപരിവാറിന്റെ ഈ ആക്രമണങ്ങളെയും ഈ പൊക്കത്തുകളെയും ശക്തമായി പ്രതികരിക്കുന്ന CPM-നെതിരെയും ഇടതുപക്ഷത്തിനെതിരെയാണ് ഇത്തരം ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഇസ്ലാമികപരമാണെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ആ രീതിക്കാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള ചില നീക്കങ്ങൾ ഉണ്ടാവുന്നത്. കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷത്തിനെയും CPM-നെയും ശക്തിപ്പെടുത്തേണ്ട ഒരു ഘട്ടമാണത്. ആ രീതിക്ക് എല്ലാവരും സംഘപരിവാറിനെ എതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിനെതിരെ നിൽക്കുന്ന മതനിവേശ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും പ്രത്യേകിച്ച് CPM-നെയും പോലെയുള്ള സംഘടനകളുടെ പിന്നിൽ നടന്നുകൊണ്ട് ശക്തി വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.